ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പ്രേക്ഷകർക്കറിയുമോ? ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒരുപക്ഷേ ലോകത്തിൻ്റെ ഏറ്റവും മോശം വശങ്ങളിൽ നിന്ന് നമ്മൾ പുരോഗമന കാലത്തേക്ക് കൈപിടിച്ച് നടന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ലോക അടിമത്ത നിർമ്മാർജ്ജന ദിവസമാണ്. അടിമത്തത്തിൻ്റെ ക്രൂരചരിത്രം അനുസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിക്കുന്നത്. 1949 ഐക്യരാഷ്ട്രസഭ അധിനിവേശ രാജ്യങ്ങളുടെ ചൂഷണം തടയുന്നതിനായി പ്രമേയം പാസാക്കിയത്. ഞാൻ അടിമത്ത വിരുദ്ധനാണ്. അടിമത്തം തെറ്റല്ലെങ്കിൽ ഒന്നും തെറ്റില്ല. എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണ്. അടിമത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യമെത്തുന്ന പേരാണ് എബ്രഹാം ലിങ്കന്റേത്. അമേരിക്കയിൽ നിലനിന്ന അടിമത്വം ഇല്ലാതാക്കണമെന്നതായിരുന്നു ലിങ്കന്റെ പ്രഥമ ആവശ്യം. അടിമത്വത്തിനെതിരെ ശക്തമായ നിലപാടുകൾ കൈക്കൊണ്ട എബ്രഹാം ലിങ്കൻ അമേരിക്കയെ അടിമ വ്യവസായത്തിൽ നിന്ന് വേരോടെ പിഴുതെടുത്തു. 1863 എബ്രഹാം ലിങ്കൻ വിമോചന പ്രഖ്യാപനം പുറപ്പെടുവിച്ച് 10 സംസ്ഥാനങ്ങളിലെ 3 ദശലക്ഷം അടിമകളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് തുറന്നുവിട്ടു. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാതാക്കിയെന്ന് അവകാശപ്പെടുന്ന അടിമത്തം ഇന്നും പല രൂപങ്ങളിൽ പലയിടങ്ങളിലായി നിലനിൽക്കുന്നു. മനുഷ്യക്കടത്ത്, ബാലവേല, നിർബന്ധിത വേശ്യാവൃത്തി, ലൈംഗിക കടത്ത്, നിർബന്ധിത വിവാഹങ്ങൾ, സായുധ സംഘങ്ങളിലേക്കുള്ള നിർബന്ധിത റിക്രൂട്ട് ചെയ്യൽ എന്നിങ്ങനെയുള്ള പുതിയ രൂപങ്ങളിൽ ആണെന്ന് മാത്രം. ഇങ്ങനെ ഓരോ വർഷവും അടിമത്വത്തിലേക്ക് എത്തിപ്പെടുന്നവരുടെ കണക്കും വർദ്ധിക്കുന്നു. കടത്തിൻ്റെയും കടപ്പാടിൻ്റെയും പേരിൽ പലതും സഹിക്കേണ്ടി വരുന്നതും സ്വന്തം അഭിപ്രായത്തെ മാനിക്കാൻ കഴിയാത്തതും മനുഷ്യൻ്റെ സാമൂഹ്യ ചുറ്റുപാടിൽ നിലനിൽക്കുന്ന ചൂഷണങ്ങളാണ്. കല, സാംസ്കാരികം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലേക്കും അടിമത്തം അതിൻ്റെ എല്ലാ സീമകളും ഇന്ന് ലംഘിക്കുകയാണ്. എന്നാൽ ഇതിനേക്കാൾ ഭീകരമാണ് ഭരണകൂട അടിമത്തം. ജനിച്ചു വളർന്ന രാജ്യത്തു നിന്ന് ഒരു ജനതയെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഇസ്രയേൽ, റഷ്യൻ ഭീകരതകൾ അടിമത്വത്തിൻ്റെ അവശേഷിക്കുന്ന വലിയ ഉദാഹരണമാണ്. റഷ്യൻ ഉക്രൈൻ യുദ്ധം 1 വർഷവും ഇസ്രയേൽ അധിനിവേശം പല പതിറ്റാണ്ടുകളും കടന്നു കഴിഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ ന്യൂനപക്ഷ പ്രകടനത്തിലൂടെ സംഘപരിവാർ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നതും ഇതുതന്നെയാണ്. എന്നാൽ ഇതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു വലിയ ജനതയുടെ ശക്തി അറിയാതെയാണ് ഈ ഭരണകൂടങ്ങൾ യുദ്ധം ചെയ്യുന്നത്. ലോകം അടിമത്തത്തിനെതിരായുള്ള പോരാട്ടത്തിൽ നിരന്തരം കലഹിക്കുമ്പോൾ ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട് AKG, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, പൊയ്കയിൽ യോഹന്നാൻ തുടങ്ങി നവോത്ഥാന നായകന്മാരുടെ പോരാട്ട വീര്യത്തിന്റെ ചരിത്രം. ഭൂപ്രഭുക്കന്മാരുടെയും ഭൂമിയിൽ നിർബന്ധിതമായി ജോലി ചെയ്യാൻ കീഴ്ജാതിക്കാരെ അടിമകളെപ്പോലെ ഉപയോഗിച്ചു. ജോലിക്ക് വേണ്ട കൂലിയും നിഷേധിച്ചു. ഇതിനെതിരെ കർഷകരെയും തൊഴിലാളികളെയും അണിനിരത്തി തന്നെ കേരളം പൊരുതി. കൂലിയില്ലെങ്കിൽ പണിയില്ല എന്ന മുദ്രാവാക്യം സമരത്തിന് കരുത്തു പകർന്നു. കരുത്താർജിച്ച സമരങ്ങൾക്ക് മുന്നിൽ സ്വയം പ്രഖ്യാപിത ഉടമകൾ മുട്ടുമടക്കി. പോരാട്ടത്തിന് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ ജനങ്ങൾ കേരളത്തിലെ ആദ്യ സർക്കാരിലേക്കും എത്തിച്ചു. മനീഷ് മഹാദേവൻ, കൈരളി ന്യൂസ്.